കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുത്, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം ക്ഷേമിക്കും. മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേരും. മർത്യത കുറയുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിരരാമോദനമാക്കുന്നു. കർത്താവേ അത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. വിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതലേക്കും മഹിമയോടെ മതിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിറുത്തണമേ. നല്ലവരത്തുവലം ആകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ലേഖനം ഗുരു ശ്രദ്ധിക്കണമേ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മെശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, മരണമൂലം നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഹോദരന്റെ ആത്മാവിന്റെ അഭിശാന്തിക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ യാചിക്കുവാനും ഒക്കെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സഹോദരന്റെ വേർപാട് ഈ കുടുംബത്തിനും പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് വലിയൊരു വിടവ് തന്നെയാണ്.
ഈ അസാന്നിധ്യം ദൈവത്തിന്റെ സന്നിധിയിൽ വലിയൊരു സാന്നിധ്യമായിട്ട് ഇന്നു മുതൽ ഈ കുടുംബത്തിനും ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കും ദൈവത്തിന് മുമ്പാകെ വലിയൊരു സാന്നിധ്യമായിട്ട് മാറുകയാണ്. മരണം വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ഈ ലോക ജീവിതം ഒരു വിദേശകാല ജീവിതമാണെന്നും നാം എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രവാസികളാണെന്നും എന്നുള്ള ചിന്ത സഭാപിതാക്കന്മാരുടെയും ആത്മീയ ചിന്തകരുടെയും മാത്രമല്ല, ഓരോ മരണവും നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. മരണം വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ദൈവത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള മനുഷ്യന്റെ മടക്കയാത്ര. ഈ ലോക ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുന്ന പട്ടണങ്ങളില്ലെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓരോ മരണവും അത് നമുക്ക് വ്യക്തത നൽകുകയാണ്. ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ നൽകി, ഒത്തിരിയേറെ കഴിവുകളും സാഹചര്യങ്ങളും ഒക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ഈ നിമിഷം ഈ സഹോദരന് വേണ്ടി നല്ല ദൈവത്തോട് നന്ദി പറയാം. ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സഹോദരന് നൽകിയ അനുഗ്രഹത്തിലൂടെ ഈ കുടുംബത്തെയും ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. അത് നന്ദിയോടെ ഓർക്കേണ്ട നിമിഷം കൂടിയാണ് ഇത്. അതിനെല്ലാം ശേഷം നല്ല ദൈവത്തിന്റെ ഭവനത്തിലേക്ക്, തന്റെ സ്വന്തം ഭവനത്തിലേക്ക് ഈ സഹോദരൻ മടക്കയാത്ര ചെയ്യുമ്പോൾ മാനുഷികമായിട്ട് നമുക്കൊക്കെ തോന്നിയേക്കാം ഇത് പെട്ടെന്നുള്ള ഒരു മരണമായിട്ട്. പക്ഷെ ഒരു മരണവും പെട്ടെന്നുള്ള മരണമല്ല. മാനുഷികമായ രീതിയിൽ നമുക്കിത് പെട്ടെന്നാണെന്ന് തോന്നുമെങ്കിലും ദൈവത്തിന്റെ പദ്ധതി സമയത്തിന്റെ തികവിൽ പൂർത്തീകരിക്കുന്നു. അത് ഓരോ വ്യക്തിയിലും പൂർത്തീകരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ സഹോദരൻ തന്റെ വിദേശകാല ജീവിതത്തിനു ശേഷം ഈ ഭവനത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ നല്ല ദൈവം ഇദ്ദേഹത്തെ തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക്, നമ്മളെല്ലാം എത്തിച്ചേരേണ്ട സ്വർഗഭവനത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ സഹോദരന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവം കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ വിശുദ്ധരോടൊപ്പം എതിരേൽക്കുവാൻ, അവിടുത്തെ എതിരേൽക്കുവാൻ ഈ സഹോദരനും കൃപ നൽകുന്നതിന് വേണ്ടി യാചിച്ചുകൊണ്ട്, കർത്താവെ ഈ സഹോദരന്റെ ആത്മാവിനോട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആ